അതെ, മത്തൻ കൃഷി ചെയ്യുന്ന എല്ലാ ആളുകളും, മത്തങ്ങ കൃഷി ചെയ്യുന്ന എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മത്തൻ കൃഷി ചെയ്യാനായിട്ട് നമ്മൾ വിത്ത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, മണ്ണിന് അനുയോജ്യമായിട്ടുള്ള വിത്ത് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പ്രദേശത്തെ മണ്ണിൻ്റെ അതിൽ വ്യത്യാസം ഉണ്ടാകും, pH ഘടനയുടെയൊക്കെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയതുപോലെയുള്ള മുട്ടൻ പണി നിങ്ങൾക്കിട്ടും കിട്ടും. കാരണം ഇത് നോക്കുക, ഈ ഒരു മത്തൻ ഇപ്പോൾ ഒരു ന്യായമായിട്ട് നീളം വെച്ചിട്ടുണ്ട്, പക്ഷേ പൂവുണ്ടാകുന്നതല്ലാതെ ഇതിൽ ഒറ്റ ഒരു മത്തങ്ങ പോലും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിത് വിത്തെടുത്ത സമയത്ത് വലിയ രീതിയിൽ ശ്രദ്ധിച്ചില്ലായിരുന്നു. കടക്കാരോട് വിത്ത് പറഞ്ഞു, അവരൊരു വിത്ത് തന്നു. ഇതുവരെയായിട്ടും എനിക്ക് മത്തങ്ങയിൽ ഒരു മത്തനിൽ ഒരു മത്തങ്ങ പോലും ഉണ്ടായിട്ടില്ല. മത്തങ്ങ ഇത്രയും നീളമായിട്ടുണ്ട്, ഇവിടുന്ന് അങ്ങ് വരെ നീളമായിട്ടുണ്ട്. കണ്ടോ, ഇതുവരെയായിട്ട് ഒരു മത്തങ്ങ പോലും എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. തീർച്ചയായിട്ടും മത്തങ്ങ കൃഷി ചെയ്യാൻ, അല്ലെങ്കിൽ മത്തൻ കൃഷി ചെയ്യാൻ എടുക്കുന്ന സമയത്ത് വിത്ത് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മത്തങ്ങ പടർന്ന് നിലത്തൂടെ കിടക്കുന്ന വിളയാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് പറ്റിയ പോലെ ഈ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. കണ്ടോ, ഇത് ഞാൻ എൻ്റെ നെറ്റിൻ്റെ മുകളിലേക്ക് ഈ ഒരു മത്തൻ പടർന്ന് കയറിയിട്ടുമുണ്ട്. ഇത് കണ്ടോ, എനിക്ക് പറ്റിയൊരു അബദ്ധമാണത്. ഓക്കെ.